നമസ്കാരം. സൗദി അറേബ്യയിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് വർഷങ്ങളോളമായി കിടക്കുന്ന അബ്ദുറഹീമിന്റെ മോചനം ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കുമെന്നുള്ള സന്തോഷ വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ്. 13ഓളം സിറ്റിംഗ് നടത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന് 20 വർഷത്തിനുള്ള തടവ് ശിക്ഷ വിധിച്ചത്. വാർത്താ മാധ്യമങ്ങളിൽ റഹീമിന് 20 വർഷം ശിക്ഷ വിധിച്ചു എന്ന് കണ്ടപ്പോൾ പലരും കമന്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ അന്ന് ആ പണത്തിന്റെ ഒരു പിരിവിന് വേണ്ടി നമ്പർ അയച്ചു കൊടുക്കുകയും അതിനുവേണ്ടി സഹകരിച്ചു നിന്നത് കാരണം പല ആളുകളും പേഴ്സണലായിട്ട് ഫോൺ ചെയ്ത് ചോദിക്കുകയും ചെയ്തു. എന്നാൽ അവരോടെല്ലാം തിരക്കുള്ള സമയമായതിനാൽ വീഡിയോയിലൂടെ മറുപടി പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. റഹീമിന്റെ കഥകൾ എല്ലാവർക്കും അറിയാം. ഈ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഈ റഹീമിന്റെ ഈ അവസ്ഥ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾക്കുള്ള ഒരു പാഠമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിൽ നിന്നും ചില പാഠങ്ങൾ ഉൾക്കൊള്ളണം. ആദ്യമായിട്ട് പറയട്ടെ, വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുമ്പോൾ അബദ്ധവശാലോ ഏത് രൂപമാവട്ടെ ഒരു കുറ്റത്തിൽ നമ്മൾ ചെന്നുപെട്ട് കഴിഞ്ഞാൽ, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുക. അതിന്റെ യഥാർത്ഥം നമ്മൾ വിവരിച്ചു കൊടുക്കുക. എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് സത്യസന്ധമായിട്ട് പറയുക. എന്തായാലും ശരി, പിടിക്കപ്പെടും. ഇന്നത്തെ കാലത്ത് ഒരു കുറ്റം ചെയ്തുകൊണ്ട് രക്ഷപ്പെടാൻ വളരെ 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 കഷ്ടമാണ്. പ്രത്യേകിച്ചും സൗദി അറേബ്യയിൽ നിന്നും ഒരു കുറ്റം ചെയ്ത് നമ്മൾ രക്ഷപ്പെട്ടു പോകണമെന്നുണ്ടെങ്കിൽ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ സഹകരിക്കുക. ഇവിടെ റഹീമിന് ഒന്നാമതായി പറ്റിയ തെറ്റെന്ന് പറഞ്ഞാൽ അബദ്ധവശാലോ കരുതിക്കൂട്ടിയോ നമുക്കറിയില്ല. സത്യം റഹീമിന് മാത്രമേ അറിയുകയുള്ളൂ. എന്തായാലും ശരി, ശ്വാസോച്ഛ്വാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ട്യൂബ് ഇളകി മാറിയപ്പോൾ അത് കഴിയുമെങ്കിൽ തിരിച്ച് കയറ്റി കൊടുക്കുവാനോ അല്ലെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കോ എത്തിക്കുന്നതിന് പകരം ആ കുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിടുകയുണ്ടായി. ആ മരണത്തിന് ശേഷം കൂട്ടുകാരെ വിളിച്ചു വരുത്തുകയും ഒരു കള്ളക്കഥ അവിടെ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു കളവിനെ മറയ്ക്കാൻ മറ്റൊരു കളവ്, അങ്ങനെ പറഞ്ഞ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ കളവ് പറയുമ്പോൾ അവർക്കത് തിരിച്ചറിയാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഞാൻ എനിക്ക് സംഭവിച്ച ഒരു ഉദാഹരണം തന്നെ പറയാം. ഒരു റംസാൻ മാസത്തിൽ നോമ്പ് തുറക്കുന്നതിന് അരമണിക്കൂർ മുന്നേ ഒരു സിഗ്നൽ വെച്ച്, തിരക്കുള്ള ഒരു സിഗ്നൽ വെച്ച് ഞാനൊരു ഫിലിപ്പീനും തമ്മിൽ കശപിശുണ്ടാവുകയും അവൻ പെട്ടെന്ന് ഇറങ്ങി എന്നെ അടിക്കുകയും തിരിച്ച് ഞാൻ ഇറങ്ങി അങ്ങോട്ട് അടിക്കുകയും ചെയ്ത സമയത്ത് ഒരു പാകിസ്ഥാനി വന്ന് രണ്ടുപേരെ പിടിച്ചു മാറ്റുകയും പിറകിൽ വന്ന ഒരു പോലീസുകാരൻ ഞങ്ങൾ രണ്ടുപേരെയും വണ്ടിയിൽ ഇരുത്തിക്കൊണ്ട് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ നിന്ന് മുദീർ, അതായത് SI ചോദിച്ചു എന്താണുണ്ടായത്. ഫിലിപ്പീനി ചാടിക്കേറി പറഞ്ഞ് അവൻ എന്നെ അടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അവനാണ് എന്നെ ആദ്യം അടിച്ചത്. അപ്പൊ SI ചോദിച്ചു നീ തിരിച്ചടിച്ചോ? ഞാൻ പറഞ്ഞു ഇല്ല, അടിച്ചിട്ടില്ല. ഓക്കെ ശരി എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരമാർക്ക് പരാതിയുണ്ടോ? പരാതി ഇല്ല എന്ന് പറഞ്ഞ് എഴുതി പോവേണ്ടി പറഞ്ഞു. ഞാൻ തിരിച്ചു നടക്കുമ്പോൾ SI എന്നെ വിളിച്ചു, സദിഖ് താൽ. തിരിച്ചു വിളിച്ചതിന് ശേഷം പറഞ്ഞു നീ കളവ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സോറി സാർ, ഞാൻ തിരിച്ചടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി മനസ്സിലാക്കുക, ഒരു പോലീസുകാരനോട് നിങ്ങൾ കളവ് പറയരുത്. പറയുന്ന സമയത്ത് നിങ്ങളുടെ മുഖം, പ്രത്യേകിച്ച് നിന്റെ ചുണ്ട് വിളിച്ചു പറയും. ഞങ്ങൾ അത് പഠിച്ചിട്ടാണ് ഈ ജോലിയുമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അത് മനസ്സിലാക്കുക. സത്യം മാത്രമേ പറയാവൂ. ഓക്കെ, പോയിക്കോ. അതായത് ആ റംസാനിലെ നോമ്പ് തുറക്കുന്ന ഏതാനും മിനിറ്റുകൾക്ക് മുന്നേ അവിടെ വെച്ച് തന്നെ നോമ്പ് തുറക്കേണ്ടി വന്നു. ബാങ്ക് കൊടുത്ത് നോമ്പ് തുറക്കേണ്ടി. ആ ഒരു അവസരമായതുകൊണ്ട് രണ്ടുപേർക്കും ഒരു പ്രയാസമില്ലാതെ അവിടെ പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. ദീർഘനാളത്തെ സൗദി അറേബ്യയിലെ പരിചയം, ഒരുപാട് നിയമപരമായും അതുപോലെ തന്നെ പോലീസ്, അതുപോലുള്ള അമീർ കോർട്ട്, ഒരുപാട് നിയമപരമായി എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. പിടിക്കപ്പെട്ടാൽ നമ്മൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ മുന്നിൽ സത്യസന്ധമായി കൊണ്ട് കറ കളഞ്ഞുകൊണ്ട് അത് വിവരിച്ചു കൊടുക്കുക. ഇന്ന അവസരത്തിൽ ഇന്ന രൂപത്തിൽ ഇങ്ങനെ സംഭവിച്ചു പോയി, എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാന്യമായിട്ട് അത് റിപ്പോർട്ട് ചെയ്യും. നമ്മൾ പറയുന്നത് സത്യമാണെങ്കിലും കളവാണെങ്കിലും പറയുന്നതെല്ലാം അവർ റിപ്പോർട്ടിൽ എഴുതി ചേർത്തി വെക്കും. പക്ഷെ അവർക്കറിയാം കളവാണ് പറയുന്നത്. വീണ്ടും ചോദ്യം ചെയ്യും. നമ്മൾ പറയുന്നത് കളവാണ്, വീണ്ടും ചോദ്യം ചെയ്യും. എത്ര പ്രാവശ്യം നമ്മൾ കളവ് ആവർത്തിക്കുന്നുണ്ടോ അത് വിധി വരുന്ന സമയത്ത് ഒരുപാട് വലിയ ദോഷം ചെയ്യും. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. നമ്മൾ കുറ്റമേറ്റ് പറയും. സൗദി അറേബ്യയിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെട്ടാൽ 100% തക്കതായ ശിക്ഷ ലഭിക്കും. പക്ഷേ ആ ശിക്ഷയുടെ കാലാവധി ഒരു പക്ഷേ കുറച്ചെടുക്കുവാനോ ആ ശിക്ഷയുടെ കാഠിന്യം കുറയ്ക്കാനോ നമ്മൾ സത്യസന്ധമായി സത്യം മാത്രം പറഞ്ഞാൽ സഹായിക്കും. എന്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, ആരും ഇത്തരത്തിലുള്ള ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കുക. സത്യസന്ധമായി കൊണ്ട് തന്നെ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നമ്മൾ സത്യം മാത്രം പറയുക. ഇനി റഹീമിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 41 കോടി കൊടുത്തിട്ടും റഹീമിനെ 20 വർഷം ശിക്ഷിച്ചു എന്ന് പറഞ്ഞ് വളരെ മോശമായിക്കൊണ്ട് കമന്റ് എഴുതുന്നവരോട് ഒരേ ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ. നാട് സൗദി അറേബ്യയാണ്. നിയമം ശരീഅത്താണ്. പണം കൊണ്ടോ സ്ഥാനമാനങ്ങളെ കൊണ്ടോ നിയമത്തിന്റെ ഒരു പരിരക്ഷയും ഇവിടെ കിട്ടുകയില്ല. സൗദി ആയാലും വിദേശിയായാലും കറുത്തവനായാലും വെളുത്തവനായാലും ചുവപ്പ് കലർന്നവനായാലും ആരായാലും ഒരേ ഒരു നിയമം, കുറ്റം ചെയ്തവൻ ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. റഹീമിന്റെ കേസിൽ വളരെ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരുപാട് വീഡിയോകളുണ്ടായി. പക്ഷേ സത്യം അതൊന്നുമല്ല. ഇനി റഹീം ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ തന്നെ എല്ലാ സത്യങ്ങളും പറയും. സമയമുണ്ടായിട്ടും ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നതിന് പകരം ആ കൊലപാതകം മറച്ചു വെക്കാൻ വേണ്ടി തന്റെ സുഹൃത്തിനെ ഫോൺ ചെയ്ത് വിളിക്കുകയും
ഒരു കള്ളക്കഥ അവിടെ മെനഞ്ഞുണ്ടാക്കുകയും ശേഷം വീട്ടുകാരെ വിവരമറിയിക്കുകയും ചെയ്തു എന്നുള്ള വളരെ ഗുരുതരമായ ഒരു കുറ്റം ചുമത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന് റഹീമിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. തന്റെ മകനെ കൊന്ന കൊലപാതകിക്ക് വധശിക്ഷ അല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ലെന്ന് വാശി പിടിച്ച കുടുംബത്തിന് വർഷങ്ങളുടെ കഠിന പരിശ്രമത്തിനൊടുവിൽ ദിയാദനം നൽകി മോചിപ്പിക്കാൻ ധാരണയായി. എന്നാൽ കേവലം ഒരു ഹൗസ് ഡ്രൈവറായ മിസ്കീനായ റഹീമിന്റെ ആശ്രിതർക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത ഭീമമായ വലിയൊരു സംഖ്യയാണ് ദിയാദനമായിട്ട് ആവശ്യപ്പെട്ടത്. ഇന്ത്യൻ രൂപയിലേക്ക് 40 കോടി രൂപ ആവശ്യപ്പെട്ട ആ കുടുംബം ഒരു കാരണവശാലും റഹീമിനോ ആശ്രിതർക്കോ ആ കാശ് ഒപ്പിച്ചെടുക്കുവാൻ, ആ കാശ് സംഘടിപ്പിക്കുവാൻ കഴിയില്ല എന്ന പരിപൂർണ വിശ്വാസത്തോടു കൂടെ അത് സംഘടിപ്പിക്കാൻ കഴിയാതെ വരികയും റഹീമിന് തക്കതായ വധശിക്ഷ തന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം ഈ ഭീമമായ സംഖ്യ അവർ ആവശ്യപ്പെട്ടത്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മലയാളി പൊളിയാണെന്ന് നമ്മൾ വീണ്ടും തെളിയിക്കുകയുണ്ടായി. അങ്ങനെ അവർ ആവശ്യപ്പെട്ട കാശ് കൊടുത്തതിനോട് കൂടെ പ്രൈവറ്റ് റൈറ്റ് അഥവാ വ്യക്തി താൽപര്യ കേസിൽ വിധി പറഞ്ഞ വധശിക്ഷയിൽ നിന്നും മാത്രം റഹീം രക്ഷപ്പെട്ടു. പക്ഷേ പബ്ലിക് റൈറ്റ് അഥവാ പൊതു താൽപര്യ കേസിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പിന്നീട് അവിടെ എത്ര കോടി പിരിച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും അത് നിയമം വേറെയാണ്. അതിന് ബഹുമാനപ്പെട്ട ജഡ്ജിമാർ, ഇവിടെ വിധി പറയുന്ന ജഡ്ജിമാർ കേസിനെ പറ്റി പഠിച്ച് പൊതുജനങ്ങൾക്ക് ഒരു താക്കീതാവുന്ന രൂപത്തിൽ അതിന് വിധി പറയുക തന്നെ ചെയ്യും. അതിൽ കാശ് കൊണ്ടോ ഇവിടെയുള്ള വല്ല പിടിപാട് കൊണ്ടോ ഒരിക്കലും അതിൽ രക്ഷപ്പെടാൻ കഴിയില്ല. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പണം കൊടുത്തോ ക്ഷമ പറഞ്ഞോ നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയുള്ളൂ എന്ന് പ്രത്യേകം ചിന്തിക്കുക. നിയമപരമായിട്ട് ചെയ്യുന്ന തെറ്റിനെ, അതായത് ഒരു രാഷ്ട്രത്തിൽ അതായത് പബ്ലിക് ഒഫൻസ് ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും പണം കൊണ്ടോ അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞത് കൊണ്ടോ രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ്. വ്യക്തികൾ പരസ്പരമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പരസ്പരം കോംപ്രമൈസിൽ എത്തുവാൻ കഴിയുക എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇത്തരം കേസുകളിൽ നിയമസംഹിതയിൽ അധിഷ്ഠിതമായി മാത്രമേ വിധി പറയാൻ ജഡ്ജിമാർക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ചെയ്ത കുറ്റത്തിന്റെ സ്വഭാവവും കാഠിന്യവും അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ ശിക്ഷയായ 20 വർഷത്തെ തടവ് വിധിക്കുകയും വിചാരണ കാലാവധിയെല്ലാം അദ്ദേഹത്തിന് ഈ തടവ് ശിക്ഷയിലുള്ള ദിവസമായിക്കൊണ്ട് ഇളവ് ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അറബിക് ഹിജിരി വർഷം കൊണ്ട് കൂട്ടുമ്പോൾ കുറവ് വരുന്ന ആ ദിവസങ്ങൾ റഹീമിന് ലാഭമായിട്ട് കൂട്ടാം. അതുകൊണ്ട് തന്നെ ഏതാനും മാസങ്ങൾ മാത്രമാണ് റഹീമിന് ജയിലിൽ തുടരേണ്ടി വരിക എന്നുള്ളൊരു സന്തോഷ വാർത്ത കൂടെയുണ്ട്. ഏതായാലും ഈ വിധി പ്രഖ്യാപനം നിലവിൽ വന്നു കഴിഞ്ഞാൽ റഹീമിനോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ സർക്കാരിന് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ബാക്കി വരുന്ന ദിവസങ്ങൾ, ബാക്കി വരുന്ന മാസങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തടവ് അനുഭവിച്ചാൽ മതിയാവും. അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് പരോള് ലഭിക്കാനും അതുപോലെ കുടുംബങ്ങൾക്ക് ചെന്ന് കാണുവാനുമെല്ലാമുള്ള ഒരു സൗകര്യമുണ്ടാകും. 2003 അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് റീപാർട്ടേഷൻ ഓഫ് പ്രസനേഷൻ ആക്ട് എന്നൊരു നിയമം കൊണ്ടുവരുന്നത്. പിന്നീട് 2010 ഫെബ്രുവരി 27 മുതൽ മാർച്ച് 1 വരെ റിയാദിലുണ്ടായിരുന്ന മൻമോഹൻ സിംഗ് ആണ് ഇന്ത്യയും സൗദിയുമായി ഈ ആക്ടില് ഉഭയകക്ഷി കരാർ ഒപ്പുചെയ്യുന്നത്. ഏകദേശം 31 രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ഇത്തരം കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്. UK, ഫ്രാൻസ്, ഇസ്രായേൽ, റഷ്യ, ഓസ്ട്രേലിയ, ഹോങ്കോങ്, കംബോഡിയ, മൊറീഷ്യസ്, ബൾഗേറിയ, ഈജിപ്റ്റ്, ദക്ഷിണ കൊറിയ, ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, ഹെർബേനിയ, ഹെർസിഗോവിയ, ബോസ്നിയ, ബ്രസീൽ, തുർക്കി, മാലി ദ്വീപുകൾ, തായ്ലൻഡ്, മംഗോളിയ, കസാക്കിസ്ഥാൻ, ഇസ്ട്രോണിയ, സോമാലിയ, വിയറ്റ്നാം തുടങ്ങിയ 31ഓളം രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ഇത്തരത്തിൽ കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കാണാൻ സാധിച്ചു. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കുറെ കുറ്റവാളികൾ നമ്മുടെ ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് തിരിച്ച് ഇത്തരം നാടുകളിലേക്കും കൊടുത്തിട്ടുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഒരുപാട് നിയമക്കുരുക്കുകൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളെ, പ്രത്യേകിച്ചും സൗദി അറേബ്യയിൽ ജീവിക്കുന്ന പ്രവാസി സുഹൃത്തുക്കളെ കഴിയുന്നതും ഒരു കേസിലും ചെന്ന് പെടാതിരിക്കുക. മാക്സിമം നിയമം പാലിച്ച് നടക്കുക. സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടും അന്തരീക്ഷത്തിലെ ചൂടുകൊണ്ടുമല്ല, പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം കൊണ്ട് അടിപിടിയോ കൊലപാതകത്തിലോ ഒന്നും ചേരാതിരിക്കുക. അത്തരം സാഹചര്യങ്ങളിൽ നിന്നും കഴിയുന്നത് ഒഴിഞ്ഞു മാറിപ്പോകുക. ഒരു കുരുക്കിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ഇവിടെ കള്ളസാക്ഷിയോ രാഷ്ട്രീയ ബലമോ പണത്തിന്റെ അഹങ്കാരമോ കൈക്കൂലി കൊടുത്ത് രക്ഷപ്പെടാമെന്ന് കരുതുന്നതോ ഒന്നും ഇവിടെ നടക്കില്ല. നിയമം നിയമത്തിന്റെ വശം പോകും. നാട് സൗദിയാണ്, നിയമം ശരിയത്താണ്. നന്ദി, നമസ്കാരം.